ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് എന്നെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്തുകൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നാം ഈ ദിവസങ്ങളിൽ വാതിലുകളെക്കുറിച്ച് പഠിക്കുകയായിരുന്നല്ലോ. യെരുശലേമിൻ്റെ മതിലിടിഞ്ഞും അതിൻ്റെ വാതിലുകൾ തീ വച്ച് ചുട്ടും കിടക്കുന്നു എന്ന വർത്തമാനം കേട്ടപ്പോൾ നെഹമ്യാവിരുന്ന് കരഞ്ഞു. മാത്രമല്ല കുറേ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അതിനുശേഷം നെഹമ്യാവും പുരോഹിതന്മാരും പ്രഭുക്കന്മാരും മഹാപുരോഹിതന്മാരും ഒക്കെയും ജനവും കൂടി ഈ വാതിലുകളെ പണിയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓരോരുത്തർ അവർ വാതിൽ പണിതു. അതിനുശേഷം കതക് ഓടാമ്പലും അന്താഴും ഇണക്കി എന്ന് നമുക്ക് കാണാം. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ വാതിലുകൾ ഏതൊക്കെ പൊളിഞ്ഞു കിടക്കുന്നുണ്ട് എന്നുള്ളത് നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ നമ്മുടെ വാതിലുകൾ പൊളിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ നെഹമ്യാവ് ചെയ്തതുപോലെ തന്നെ നാമും ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദുഃഖിച്ച് മാനസാന്തരപ്പെട്ട് ഉപവസിച്ച് നമ്മുടെ വാതിലുകളെ പണിയേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ ശത്രു വന്ന് അകത്ത് കയറി അറ്റാക്ക് ചെയ്ത് നമ്മളെ നശിപ്പിക്കുവാനായിട്ട് ഇടയായിട്ട് തീരും. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ആ 7 വാതിലുകളെക്കുറിച്ച് പഠിച്ചു. ഇന്ന് നമുക്ക് 8ാമത്തെ വാതിലിനെക്കുറിച്ച് പഠിക്കാം. അത് നെഹമ്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യമാണ്. കുതിരവാതിൽ മുതൽ പുരോഹിതന്മാർ ഓരോരുത്തരും താൻ്റെ വീട്ടിന് നേരെ അറ്റകുറ്റം തീർത്തു. ഇന്നത്തെ നമ്മൾ പഠിക്കുവാൻ ഉദ്ദേശിക്കുന്ന കുതിരവാതിൽ എന്നാണ്. കുതിരവാതിൽ ഉപയോഗിച്ചിരുന്നത് യുദ്ധത്തിന് രഥങ്ങളും ആയുധങ്ങളും മറ്റും പോകുന്നതിന് വേണ്ടിയാണ്. യുദ്ധമുണ്ടാകുമ്പോൾ ഈ കുതിരവാതിൽ കൂടിയാണ് യോദ്ധാക്കളും രഥങ്ങളും ആയുധങ്ങളും മറ്റും പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. അവർ അത് കഴിഞ്ഞിട്ട് അകത്തേക്ക് വരുന്നതും ഈ കുതിരവാതിൽ കൂടിയാണ്. അപ്പോൾ ഇത് നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു വാതിലാണ്. കാരണം യുദ്ധത്തിന് വേണ്ടി ഉള്ള ഒരുക്കങ്ങൾ ഒരുങ്ങി പോകാനും വരുവാനും ഉപയോഗിക്കുന്ന വാതിലാണിത്. ഇത് നമ്മളെ ഓർപ്പിക്കുന്ന നമ്മൾക്ക് പോരാട്ടമുണ്ട് എന്നുള്ളതാണ്. അത് നമുക്ക് എഫെസ്യ ലേഖനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ നമുക്ക് കാണാം, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിലെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടുമത്രേ. അപ്പോൾ അവർക്ക് യുദ്ധമുണ്ടായിരുന്നു. അത് വേറെ തരത്തിലുള്ള യുദ്ധമാണ്. ഇന്ന് വിശ്വാസികളായ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായിട്ട് സ്വീകരിച്ച ദൈവമക്കളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കും പോരാട്ടമുണ്ട്. എന്നാൽ പോരാട്ടമുള്ളത് നമ്മുടെ ഭവനത്തിലുള്ളവരോടും സഭയിലുള്ളവരോടോ ചുറ്റുപാടുമുള്ളവരോടോ ഒന്നുമല്ല, മനുഷ്യരോടല്ല നമ്മുടെ പോരാട്ടം. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്ന നമ്മുടെ പോരാട്ടം മനുഷ്യരോടാണ് എന്ന് വിചാരിച്ച് നമ്മൾ ആവശ്യമില്ലാതെ മനുഷ്യരോട് പോരാടാറുണ്ട്. അപ്പോൾ ഉപയോഗിക്കുന്ന ആയുധങ്ങളും ദൈവം ആഗ്രഹിക്കാത്ത ആയുധങ്ങളാണ് ഈർഷ്യ, മറ്റുള്ളവരെ നശിപ്പിക്കാനുള്ള ആഗ്രഹം, അസൂയ, കയ്പ്, ഇങ്ങനെയുള്ള ആയുധങ്ങൾ വെച്ചാണ് ദുഷ്ടത, ഇതൊക്കെ വെച്ചാണ് നമ്മൾ മറ്റുള്ളവരെ ഏറെ ഏഷണി പറയുക, അവരെ ഉപദ്രവിക്കുക, തല്ലുക, ഇങ്ങനെയുള്ള ആയുധങ്ങൾ വെച്ചാണ്, അതൊക്കെ സാത്താൻ്റെ ആയുധങ്ങളാണ്. അത് വെച്ചാണ് സാധാരണ നമ്മൾ ഈ മനുഷ്യരോട് യുദ്ധം ചെയ്യുന്നത്. എന്നാൽ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമുക്ക് പോരാട്ടമുണ്ട് എന്നുള്ളത് ഒന്നാമതായിട്ട് നാം മനസ്സിലാക്കണം. രണ്ടാമതായിട്ട് നമ്മൾ ഈ പോരാട്ടമുള്ളത് ഈ മനുഷ്യരോടല്ല, ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിലെ ലോകാധിപതികളോടും സ്വർലോകങ്ങളെ ദുഷ്ടാത്മസേനയോടും ആണ്. എന്ന് വെച്ചാൽ നമുക്ക് പോരാട്ടമുള്ളത് സാത്താനോടും അവൻ്റെ ദൂതന്മാരോടും അവൻ്റെ അനുയായികളോടുമാണ് നമുക്ക് പോരാട്ടമുള്ളത്. അതുകൊണ്ട് നാം വളരെ സൂക്ഷിച്ച് പോരേണ്ടത് ആവശ്യമാണ്. അതിന് നമുക്ക് ചെയ്യേണ്ടത്, ഒന്നാമതായിട്ട് നാം ചെയ്യേണ്ടത് അതിൻ്റെ 10-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. കർത്താവിൽ ശക്തിപ്പെടേണ്ട നമുക്ക് ആവശ്യമുണ്ട്. കർത്താവിൽ ശക്തിപ്പെട്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ യുദ്ധം ഈ സാത്താനോട് ചെയ്യിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. രണ്ടാമതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത്
യെശയ്യാവിൻ്റെ പുസ്തകം പറയുന്നുണ്ട്, എങ്കിൽ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അപ്പോൾ അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാർ ഇടറി വീഴും. എങ്കിൽ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അപ്പോൾ നമുക്ക് കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും നമ്മൾ ശക്തിപ്പെടേണ്ട ആവശ്യമുണ്ട്. അതിനായിട്ട് മൂന്നാമതായിട്ട് നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ കാത്തിരിക്കേണ്ടത് ആവശ്യമാണ്. നാലാമതായിട്ട് എഫെസ്യ ലേഖനത്തിൽ തന്നെ 5:14 വാക്യത്തിൽ പറയുന്നുണ്ട്, ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിൻ്റെ മേൽ പ്രകാശിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉറങ്ങിക്കിടന്നാൽ നമുക്ക് യുദ്ധം ചെയ്യുവാനായിട്ട് സാധിക്കത്തില്ല. നമ്മളെപ്പോഴും അലേർട്ടായിരിക്കണം. അപ്പോൾ നമ്മൾ അടുത്തതായിട്ടുള്ളത് അവിടെ പറയുന്നുണ്ട്, 13 വാക്യത്തിൽ കാണുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം എടുത്തുകൊള്ളുക. ദൈവത്തിൻ്റെ സർവായുധവർഗം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ജഡര വാഴ്ചകളോടും അധികാരങ്ങളോടും സാത്താനോടും യുദ്ധം ചെയ്ത് ജയിക്കുവാനായിട്ടുള്ള സാധിക്കത്തുള്ളൂ. അവിടെ ആയുധങ്ങളെക്കുറിച്ച് നമുക്ക് 14 മുതലുള്ള വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അരയ്ക്ക് നമ്മൾ സത്യം കെട്ടണം, നീതി എന്ന കവചം ധരിക്കണം, സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കണം, ദുഷ്ടൻ്റെ തീയമ്പുകളെ എടുക്കാൻ വിശ്വാസം നമുക്ക് വേണം, രക്ഷ എന്ന ശിരസ്ത്രം നമുക്ക് വേണം, ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാളും നമുക്കുണ്ട്. നമ്മളൊക്കെ അറിയാം, കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ സാത്താൻ അവനെ പരീക്ഷിക്കുവാനായിട്ട്, അവനോട് യുദ്ധം ചെയ്യുവാനായിട്ട് വന്നു. സാത്താൻ യുദ്ധം ചെയ്യുവാനായിട്ട് വന്നപ്പോൾ അവൻ ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാളെടുത്താണ് ഈ സാത്താനെ വെട്ടിയതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ വെട്ടിയപ്പോൾ ആ ദൈവവചനം എന്ന കാരണം നമുക്ക് ഈ സർവായുധവർഗം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാൾ നമ്മുടെ കയ്യിൽ ഉണ്ടാകുകയുള്ളൂ. ദൈവവചനം എന്ന വാൾ നമ്മുടെ കയ്യിലുണ്ടാകണമെങ്കിൽ നമ്മൾ ദൈവവചനം വായിക്കണം, പഠിക്കണം, അത് നമ്മൾ ബൈ ഹാർട്ട് പഠിക്കണം, നമ്മുടെ മനസ്സിലിരുത്തണം, അതനുസരിച്ച് നമ്മൾ ജീവിക്കണം. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ദൈവവചനം എന്ന വാൾ നമുക്ക് ശരിയായിട്ട് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. 3 പ്രാവശ്യം സാത്താൻ കർത്താവിൻ്റെ അടുത്ത് പോരാട്ടത്തിനായിട്ട് വന്നു. ഈ 3 പ്രാവശ്യവും കർത്താവ് ദൈവത്തിൻ്റെ വചനവും കൊണ്ട് സാത്താനെ വെട്ടിത്തോൽപ്പിച്ച് ഓടിച്ചു എന്ന് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് പോരാട്ടമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് അത് നമ്മൾ അറിഞ്ഞിട്ട് അതിനുവേണ്ടി റെഡിയായിട്ട് ദൈവത്തിൻ്റെ സർവായുധവർഗം എപ്പോഴും ധരിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കർത്താവ് നമുക്ക് മാതൃകയാണ്. നമ്മുടെ കയ്യിലെപ്പോഴും ആത്മാവിൻ്റെ വാള് നമ്മുടെ കയ്യിലെപ്പോഴും വേണം. ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാള് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മളെ ശത്രുവിനെ തോൽപ്പിക്കുവാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെ ജീവിക്കാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.